ഹലോ ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബാച്ചിലേഴ്സിനും ഹോസ്റ്റലൈറ്റ്സിനും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി എമ്മി ചിക്കൻ ബിരിയാണിയാണ്. പെട്ടെന്ന് തന്നെ നോക്കാം. അതിനാവശ്യമായ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കട്ട തൈര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇവയെല്ലാം ചേർത്ത് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. കുറച്ച് സമയം ഇരുന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് റൈസ് തയ്യാറാക്കാം. പെട്ടെന്ന് തയ്യാറാക്കുകയാണല്ലോ ലക്ഷ്യം. അപ്പോൾ 2 കപ്പ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇന്ന് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ അരി ഡയറക്റ്റ് കുക്കറിലേക്ക് മാറ്റുന്നു. അതിലേക്ക് 4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 3-4 പച്ചമുളക് കീറിയത്, കൂടെ ഹോൾ സ്പൈസസ്, ഗ്രാമ്പൂ, ഏലക്ക, പട്ട, അതെല്ലാം, കുറച്ച് നെയ്യ്, നാരങ്ങ നീര്, ഇതെല്ലാം ചേർത്ത് അടച്ചു വെച്ച് വിസിലിട്ട് വേവിക്കാം. ഒറ്റ വിസിൽ വന്നാൽ മതി. അതിൻ്റെ പ്രഷറൊക്കെ മാറ്റിയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. റൈസ് പാകത്തിന് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ തന്നെ നെയ്യും ചേർക്കുന്നു. ഒരു ഫ്ലേവർ റിച്ച്നെസ്സിനാണ് നെയ്യ് ചേർക്കുന്നത്. ഇത് ആദ്യമേ തന്നെ പറഞ്ഞു, ഹോസ്റ്റലൈറ്റ്സ്, ബാച്ചിലേഴ്സ് അവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കണം, എന്നാൽ വളരെ രുചികരവും ഹെൽത്തിയുമായിരിക്കണം. അങ്ങനെ ഒരു റെസിപ്പിയാണ്. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെയാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പം അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ള സാഹചര്യങ്ങൾ വെച്ച് തയ്യാറാക്കാവുന്നതാണ്. ഇന്ന് കൈവശം കുറച്ച് കാഷ്യൂ നട്ട്സ് ഉണ്ടായിരുന്നു. അത് ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കാം. കിസ്മിസും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ കാഷ്യൂ നട്ട്സ് വറുത്ത് മാറ്റിയിട്ടുണ്ട്. അതേ എണ്ണയിലേക്ക് കുറച്ച് സ്ലൈസ് ചെയ്ത സവാള അതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. സവാളയിൽ വേണമെങ്കിൽ അല്പം ഉപ്പ് ചേർക്കാം. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. സവാള ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മൂത്ത് പോകാൻ പാടില്ല. സവാള ഇരുന്നൊരു മൂക്കലുണ്ട്. അപ്പം അതുകൂടി മുന്നിൽ കണ്ടു വേണം സവാള വറുത്ത് കോരാനായിട്ട്. നമ്മുടെ സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടുന്നതാണ്. വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർക്ക്, എപ്പോഴും പുറത്തുനിന്ന് കഴിക്കുന്നത് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ട് ഒരു ബിരിയാണി എങ്ങനെ തയ്യാറാക്കാം എന്ന് ചിന്തിക്കുന്നവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ആർക്കും തയ്യാറാക്കാം. പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് വരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എന്നാൽ ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവുകയുമില്ല. അപ്പോൾ ദാ നമ്മുടെ സവാളയൊക്കെ മൂത്തിട്ടുണ്ട്. അതെല്ലാം കോരി മാറ്റാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ഒരു ഹാഫ് കുക്ക് ചെയ്താണ് എടുക്കുന്നത്. ചിക്കൻ എല്ലാം നിരത്തി കൊടുക്കാം. ഇനി അതിന് വേണമെങ്കിലൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ഒരു 4-5 മിനിറ്റ് കുക്ക് ചെയ്യാം. പിന്നെ തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ഹാഫ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ടേസ്റ്റ് കൂടും, ആ നെയ്യിലേക്ക് കിടന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ. ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഒരു ഉരുളിയാണ് വെച്ചിട്ടുള്ളത്. അതിൽ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് ഊറ്റി ഒഴിക്കുന്നത്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുന്നു. സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള. അപ്പോൾ അതൊന്ന് വഴറ്റി യോജിപ്പിക്കാം. അതിൽ ആവശ്യത്തിന് ഉപ്പിടുന്നു. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, ചോറിൽ ഉപ്പിട്ടാണ് വയ്ക്കുന്നത്. ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിൽ കണ്ടു വേണം ഉപ്പിടാൻ. ഉപ്പ്
ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ കുറയ്ക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതെല്ലാം നോക്കി ബാലൻസ് ചെയ്ത് ഉപ്പിടണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ ചിക്കൻ ഫ്രൈ ആയ എണ്ണ ആയതുകൊണ്ട് നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചതും അതുപോലെ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തൊന്ന് വഴറ്റാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് കുക്കായി വരണം. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ഏകദേശം അത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി എന്നിവ കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊന്ന് മാറി സവാളയിലേക്ക് ഒന്ന് മിക്സായി വരണം. ഇപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. ഏകദേശം നല്ല കുക്കായി വന്നിട്ടുണ്ടത്. എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. എണ്ണ തെളിഞ്ഞു വരുന്നതാണ് പാകം. ഇനി ഇതിലേക്ക് ഗരം മസാല കൂടി ചേർക്കാം. ചിക്കനിൽ നമ്മളിതെല്ലാം ഈ മസാലകളെല്ലാം ചേർത്ത് തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ വേണം മസാല ചേർക്കാനായിട്ട്. ഇനി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. 1 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ആ ഗ്രേവി ഒന്ന് കുറുകി തിക്കായി വരണം, അതിനാണ് വെള്ളം ഒഴിക്കുന്നത്. അതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ചതിൻ്റെ മല്ലിയും മുളകും ഒക്കെ ഒന്ന് കുറുകി വരണം. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പ് കുറവാണെന്ന് തോന്നിയിട്ടാണ് ചേർത്തത്. ഈ സമയത്ത് ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കണം. എരിയോ ഒക്കെ കുറച്ച് കുറവോ കൂടുതലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്ത് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മാറ്റാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ചിക്കൻ ഒന്നുകൂടെ ഒന്ന് വേവാനുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ആ ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വേവട്ടെ. ഏകദേശം വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് ഉരുളിയാണ്, പരന്ന പാത്രമാണ്. അപ്പോൾ അതെല്ലാം നിരന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ലെയറായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് മുകളിലേക്ക് കുക്കറിൽ നിന്ന് തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിന് മുകളിലായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസും കാഷ്യൂ നട്ട്സും കിസ്മിസ് ഉണ്ടെങ്കിൽ അങ്ങനെ അത്, മല്ലിയില ഉണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം വിതറി കൊടുക്കാം. ബ്രൗണായി കോരിയെടുത്ത സവാളയൊക്കെ ഒന്നുകൂടി മൂത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ അല്പം നെയ്യ് കൂടി ചേർക്കാം. അപ്പോഴാണ് നല്ല ഒരു ഫ്ലേവർ കിട്ടുന്നത്. 2 സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. നെയ്യൊക്കെ അവരുടെ ആവശ്യാനുസരണം ചേർക്കാം, കൂട്ടുകയും കുറയ്ക്കുമൊക്കെ ആവാം. ഇനി ഇത് അടച്ച് വെച്ച് ഇതിന് മുകളിൽ ഞാനൊരു വെയിറ്റ് വയ്ക്കുന്നുണ്ട്. മസാലയൊക്കെ ഇടിക്കുന്ന കല്ലാണ് വയ്ക്കുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് വയ്ക്കുന്നുണ്ട്. ഈ സമയം പപ്പടം പൊരിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ ഒരു സലാഡും ഒക്കെ തയ്യാറാക്കാം. നിങ്ങളും ഇതുപോലെ ഈസി എമ്മി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് തന്നെ വളരെ സ്വാദിഷ്ടമായ ബിരിയാണി തയ്യാറാക്കാനാവും. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പപ്പടവും സലാഡും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണി നമുക്ക് കോരി നോക്കാം. അരിയൊക്കെ പാകത്തിന് വെന്ത് കുഴഞ്ഞു പോകാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് കിട്ടിയിരിക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാം. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ആവി പറക്കുന്ന സൂപ്പർ ടേസ്റ്റി ബിരിയാണി. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കൂ. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ബ്ലെസ്ഡ്.